friends, this is me Tintu and you are watching your Tintuzlife. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും കുക്ക് വിത്ത് ജോ സെഗ്മെന്റിലെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നല്ല പഴുത്ത ഒരു മാമ്പഴം നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോഴത്തേക്കും മാമ്പഴത്തിൻ്റെ ആ ഒരു മാങ്ങ അണ്ടിയും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആരും അത് എറിഞ്ഞു കളയരുത്, നമ്മുടെ കറിക്ക് അത് ആവശ്യമാണ്. അപ്പോൾ അത് നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഏകദേശം ഒരു 2 പച്ചമുളക് ഇവിടെ കീറിയിട്ട് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടികളായിട്ട് ഇതിലേക്ക് വേണ്ടത് മഞ്ഞപ്പൊടിയാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഈ ഒരു മിക്സ്ചറിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ മാമ്പഴ കഷ്ണങ്ങളിലേക്ക് പിടിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ, ഏകദേശം ഒരു അരമുറി തേങ്ങ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട നെക്സ്റ്റ് ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെറിയ ജീരകമാണ് കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഒരു മഷി പോലെ നമ്മളിതിനെ അരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളുടെ ആ ഒരു മാങ്ങയ്ക്ക് നമ്മളുടെ മധുരം അനുസരിച്ച് നമുക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ശർക്കരയുടെ സൈസൊക്കെ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ഡിസൈഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളുടെ അരപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പം അതിനുള്ളൊരു ടൈം കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നല്ല തൈരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തൈര് നമ്മുടെ മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ചേർക്കുമ്പോഴേ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ആവത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. നമ്മൾ തൈര് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. അതിനുശേഷം നമുക്കൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം. കാരണം നമ്മളുടെ ഇത് പിരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ തൈര് ആഡ് ചെയ്തതിന് ശേഷം ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ മാമ്പഴ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് താളിപ്പാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. അതിലേക്ക് കുറച്ച് കടുകും അതേപോലെ തന്നെ കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കറിയാം പുളിശ്ശേരികളിൽ എപ്പോഴും നമ്മൾ ഉലുവ ചേർത്ത് കൊടുക്കാറുണ്ട്. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം ഒരു 3 വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ തൈര് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളുടെ ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ജസ്റ്റ് ഈ താളിപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ദിസ് ഇസ് മീ ടിൻറ്റു സൈനിങ് ഓഫ് ഫ്രം Tintuzlife.